പങ്കെടുത്തില്ല എന്നൊരു ഇത് വന്നിരുന്നല്ലോ. അഹാന നല്ലൊരു നടിയാണ്. അഹാനയെ കുറിച്ച് ഇപ്പോൾ പറഞ്ഞ് ഇതുകൊണ്ട് ഷെയർ ചെയ്യുന്നില്ല എന്നൊക്കെ ചോദിച്ചാൽ ഞാൻ മാക്സിമം എൻ്റെ ബെസ്റ്റ് അഹാനയോട് സംസാരിച്ചിരുന്നു. പിന്നെ പ്രൊഡക്ഷനും PR-ഉം എല്ലാവരും സംസാരിച്ചിരുന്നു, ലൈക്ക് മാക്സിമം കോപ്പറേറ്റ് ചെയ്യുക എന്നും പറഞ്ഞ്. ബട്ട് എനിക്ക് തോന്നുന്നു മനു ഉണ്ടായിരുന്ന സമയത്ത്, ഡയറക്ടർ ഉണ്ടായിരുന്ന സമയത്ത് മേ ബി എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടായിരുന്നിരിക്കാം. എനിവേ പുള്ളിക്കാരത്തി ഇപ്പോഴും അത് മേ ബി മറന്നിട്ടുണ്ടാവില്ല. 3 years കഴിഞ്ഞു ഇപ്പം. അങ്ങനെയാണെങ്കിലും ആഫ്റ്റർ ഓൾ 3 വർഷം കഴിയുമ്പോൾ സ്വാഭാവികമായിട്ടും ഒരു മാനുഷിക പരിഗണന എന്നുള്ളത് കൊണ്ട് തീർച്ചയായിട്ടും അവരതെല്ലാം മറന്ന് സഹകരിക്കേണ്ടതാണ്. എന്തുകൊണ്ട് എനിക്കറിയില്ല. ഏതുകൊണ്ടും കൂടെ ഞാനിപ്പോഴാണ് ഈ കാര്യം അറിയുന്നത്. ഒരു ഡൗട്ട് ചോദിക്കട്ടെ, ഞാൻ കയറി ചോദിക്കില്ല. ഇപ്പം ഈ ദീപുചേട്ടൻ്റെ കാര്യവും ഈ കാര്യം എന്നുള്ള 2 കാര്യങ്ങൾ ഇപ്പോഴും ഇതിപ്പോൾ റീസെൻ്റായിട്ട് നടന്നതാണെന്ന് പറയുന്നു. അല്ലാതെ ഇത് ഒരുപാട് സംഭവിക്കുന്നുണ്ടോ ഇൻഡസ്ട്രിയിൽ? നമ്മൾ സ്ഥിരം ഇതിന് മുമ്പിലായതുകൊണ്ടേ നമ്മൾ അറിയുന്നില്ല. അതുകൊണ്ട് എനിക്ക് തോന്നുന്നു അവരുടെ ആക്ച്വൽ റീസൺസ് അസോസിയേഷൻ തിരക്കാം. എന്താണെന്നറിയാം, നിങ്ങൾ ചോദിക്കുമ്പോൾ മൈക്ക് വെച്ചാൽ ബെറ്ററാ. ഇത് ഫീഡിൽ വരുമ്പം ചോദ്യത്തിന് ചോദ്യമില്ല. ഇവിടെ ഇരിക്കുന്നവർ വെറുതെ ഉത്തരം പറഞ്ഞുകൊണ്ട്. അല്ല, ഇതിനു മുമ്പ് പല ഇൻസിഡൻസ് ഷൈൻ ടോമിന്റെ ഒരു ചിത്രത്തിൽ ഒരു നായിക ഇതേപോലെ ചെയ്തിരുന്നു, പാസ്പാസിന്റെ ചിത്രത്തിൽ ഇതേപോലെ സംഭവിച്ചിരുന്നു. ഇതിപ്പോൾ കുറച്ചായിട്ട് ഇങ്ങനെ സംഭവിക്കുന്നുണ്ട്. എനിക്കൊന്ന് കാശ് ആദ്യമേ കിട്ടുന്നതുകൊണ്ട് പിന്നെ പ്രൊമോഷന് വന്നില്ലെങ്കിലും കുഴപ്പമില്ല എന്നൊരു ചിന്താഗതിയാണോ? തീർച്ചയായിട്ടും അല്ലല്ലോ. എന്തെങ്കിലുമൊക്കെ ഇപ്പം നൈന പറഞ്ഞ പോലെ എന്തെങ്കിലും പേഴ്സണൽ റീസൺസ് ഉണ്ടാവാം 2 കൂട്ടർക്ക്. അപ്പം അത് എനിക്ക് തോന്നുന്നു ഒരു മുറിയിൽ ചർച്ച ചെയ്ത് തീർക്കേണ്ട കാര്യങ്ങളാണെന്നുള്ള അഭിപ്രായക്കാരൻ ഞാൻ. പൊതുവെ ഒരിക്കലും നമ്മൾക്കൊരു ഇഷ്യൂ വരുമ്പം ഉടനെ അത് സമൂഹ മധ്യത്തിൽ വന്ന് ചർച്ച ചെയ്യണം എന്നുള്ള ആളല്ലേ. നെവർ ടു ദ മീഡിയ. അല്ല, നിങ്ങൾ ക്രൂരൻ, നിങ്ങൾ മിററാണ്, നിങ്ങൾ ആവശ്യമാണ്. പക്ഷെ എൻ്റെ കാര്യത്തിന് എനിക്ക് ഹാൻഡിൽ ചെയ്യാൻ അറിയാം. നിങ്ങളുടെ സഹായം വേണ്ട. അല്ല, ഒരു ആക്ടർ എന്നല്ല, ഒരു പ്രൊഡ്യൂസർ എന്ന ലെവലിൽ ചിന്തിച്ചു നോക്കിയാലോ? ഞാൻ അത് തന്നെ ചെയ്യും. ഞാൻ പോയി ഹാൻഡിൽ ചെയ്യും. എൻ്റെ സംഘടനയിലുള്ള എന്നെ സഹായിച്ചിട്ടുള്ള അതേ സംഘടനകളുടെ പോയി കാണും. ഞാൻ മീഡിയയിൽ വന്ന് പറയാറുണ്ടോ? ഇപ്പം നൈന ഇത്രയും കാലമായിട്ടും എൻ്റെ ഫീൽ ഇല്ലായിരുന്നു. നൈന ഇത്രയും കാലം ഇത് പറഞ്ഞിട്ടുണ്ട്.